ഹലോ നമസ്കാരം കൂട്ടുകാർ, അൻവർ ഷാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഈ പെൺകുട്ടിയെ നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ വൈറലായ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അത് ആ കുട്ടി ജീവനോട് ഇരുന്ന സമയത്ത് എടുത്ത അവസാനത്തെ ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയോട് കൂടി ആ കുട്ടി ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം അല്ലെങ്കിൽ അവസ്ഥയെന്നേ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ പ്രശ്നം എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. അതിനോടൊപ്പം ഈ കുട്ടിയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൂടെ ഞാൻ അവസാനം വെച്ചേക്കാം, നിങ്ങൾ അതുകൂടെ കാണുക. അപ്പോൾ ഈ പ്രശ്നം വരുന്നത് ഇങ്ങനെയാണ്. 24 വയസ്സ് പ്രായമുള്ള 2 കുട്ടികളുടെ അമ്മയായ ജസീല എന്ന് പറയുന്ന പെൺകുട്ടി മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിൽ മനസ്സ് വിഷമിച്ച് യുവതി ജീവനൊടുക്കി. മരിക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത്, ഞാൻ മരിച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ സത്യം തെളിയണം, ഇവർക്ക് അതിൻ്റെ ശിക്ഷ കൊടുക്കണം, എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ കൊടുക്കാനാണ്, 9.5 പവനുണ്ട്, പൊട്ടിക്കരഞ്ഞ് ജസീല, പിന്നാലെ ജീവനും ഒടുക്കി. മരണം കൊണ്ട് സത്യം ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയാണ് ആ പെൺകുട്ടിക്ക്. തന്നെ അപമാനിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ പോലീസ് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നും ഒരു കൈത്താങ്ങ് പെൺകുട്ടിക്ക് ലഭിച്ചില്ല. അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം അവിടെ നിന്നും കുട്ടിക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടി ജീവൻ എടുക്കുകയാണ് സംഭവിച്ചത്. വളരെ വിഷമകരമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ ഇവിടെ വെച്ചേക്കാം. ഇനിയും ഇങ്ങനത്തെ അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, ആത്മാഭിമാനം, മനുഷ്യൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അതിന് ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ജംഷിദ വിഷയത്തിലൊക്കെ കണ്ടെയാണ് ആ പയ്യൻ ജീവനൊടുക്കിയത്. അതിന് ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏത് തരത്തിലാണ് ഓരോരുത്തരും അതിനെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത്രയും വിഷമം താങ്ങാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ഈ പെൺകുട്ടി വന്നതുകൊണ്ടായിരിക്കണമല്ലോ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ, മരിക്കുന്നതിന് മുമ്പ് പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ വീഡിയോ നമുക്കൊന്ന് കാണാം, ശേഷം സംസാരിക്കാം. ഗോൾഡ് മിസ്സായി അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, എൻ്റെ വീട്ടിലാർക്കും സമാധാനമില്ല. എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ടും അഫ്രീദിൻ്റെ ഉമ്മ അവർ വീട്ടുകാരെടുക്കാറ് എന്നെ നാണം കെടുത്തിട്ട് അവരെന്തൊക്കെയോ ഒരാവശ്യം പറഞ്ഞിട്ട് പോയി. റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാണ്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ മരിച്ചിട്ടാണെങ്കിൽ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ. അപ്പോൾ കണ്ടല്ലോ, വളരെ വിഷമകരമായ ഒരു കാര്യം. ആ പെൺകുട്ടി അത്രയും മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത്, എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത്. ഒരെടുത്ത ആ വ്യക്തിയാണെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുമോ? ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവിൻ്റെ ഉമ്മ ഉൾപ്പെടെ ഉള്ളവരുമാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതാണ്. നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം. അതോടൊപ്പം മാതൃകാപരമായ ഒരു ശിക്ഷയും അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം ആ കുട്ടിക്ക് കേസ് എടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായെന്ന് പറയുന്നു. അതിനും വ്യക്തമായ അന്വേഷണം വേണം. അങ്ങനെ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് നടപടി എടുക്കണം. ആ സ്റ്റേഷനിലുള്ള ആരാണോ ഉത്തരവാദി അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്നാണ് ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഭർത്താവിൻ്റെ ഉമ്മായ്ക്കും അവരുടെ വീട്ടുകാർക്കും അന്വേഷിച്ച് കണ്ടെത്തി ആരൊക്കെയാണ് ഉത്തരവാദികൾ അവർക്കും മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം വേറൊരു കേസായിട്ട് കൂടി പറയാനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആശ്രയമായിട്ടായിരിക്കും പലരും പല കേസുകെട്ടിലും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചാൽ കണ്ടോ, അവർ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. നേരെ മറിച്ച് നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് ആ പെൺകുട്ടിക്ക് കൊടുത്തായിരുന്നെങ്കിൽ, സംഭവം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്കൊരു മനസ്സ് കാണിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേക്കാം. എന്തായിരുന്നാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി തിരിച്ച് നമുക്ക് റീഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. സിനിമയല്ലല്ലോ, ജീവിതമല്ലേ. അപ്പം ഏതൊരു വ്യക്തിക്കും ഇതൊരു പാഠമായിരിക്കണം. നമ്മളുടെ ഭരണഘടന പറയുന്നത് തന്നെ അതല്ലേ, 1000 കുറ്റക്കാർ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? നിരപരാധികൾക്ക് മേലെ ഇങ്ങനെ കുറ്റം ആരോപിക്കുമ്പം അവർക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇതുപോലത്തെ അവസ്ഥയിലേക്ക് ചെല്ലും. ആ 2 മക്കൾ അനാഥരായി. അവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചാനലിലുണ്ട്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക, സപ്പോർട്ട് തരിക. താങ്ക്